ലാസ്റ്റ് വീഡിയോ ഞാൻ എൻഡ് ചെയ്യുന്ന സമയത്ത് വിയന്നയിലെ ബെൽവെദേർ പാലസിന് സെൻറ്റ് ചാൾസ് ചർച്ചിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. 17 മിനിറ്റ് വാക്കാണുള്ളത്. അങ്ങനെ പോകുന്ന വഴിക്കാണ് ഒരു സ്പോട്ട് ഞങ്ങളെ സ്ട്രൈക്ക് ചെയ്ത് നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്തു. ഭയങ്കര നല്ല ടാൾ ജെറ്റ് പോലത്തെ ഒരു ഫൗണ്ടെയിനായിരുന്നു. ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ടാണ് വെള്ളം പോകുന്നുണ്ടായിരുന്നു. നമ്മൾ അതിൻ്റെ അടുത്ത് കൂടെ പാസ് ചെയ്യുമ്പോൾ തന്നെ നമ്മളാകെ മഴയത്ത് ചാറ്റൽ മഴയത്ത് കൂടെ പോകുന്ന ഒരു ഫീലായിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും അവിടെ നിന്ന് നമ്മൾ ആ സ്ഥലത്തെ പറ്റിയിട്ടൊന്ന് സെർച്ച് ചെയ്തപ്പോഴാണ് ഷ്വാർസൻബർഗ് പ്ലാസ് എന്ന് പറഞ്ഞുള്ള സ്ഥലത്ത് ഹൊസ്ട്രാസ് ബ്രൂൺ എന്ന് പറഞ്ഞിട്ടുള്ള ഫൗണ്ടെയിനാണത്. ഈ ഫൗണ്ടെയിൻ്റെ ബാക്കിൽ കാണുന്നതൊക്കെ സോവിയറ്റ് വാർ മെമ്മോറിയൽ ആണ് കേട്ടോ. ആക്ച്വലി ഈ ഫൗണ്ടെയിൻ്റെ ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇതായിരുന്നു കേട്ടോ, ഈ റെയിൻബോ. പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിപ്പോയി. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു ആ റെയിൻബോ കണ്ടത്. ഭയങ്കര സണ്ണി ഇടയിൽ നല്ല ചെറ്റ പോലെ അവർ വെള്ളം സ്പ്രേ ചെയ്യിച്ച് അവിടെ ഒരു റെയിൻബോ ഫോം ചെയ്യാണ്. നല്ല കാറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ വെള്ളം ഇങ്ങനെ സ്പ്രേ ആയി നല്ല പോകുന്നുണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി സന്തോഷമായിട്ടുള്ളൊരു മൊമെൻ്റാണ് കേട്ടോ അത്. വിയന്ന യാത്രയിൽ എനിക്ക് ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ളൊരു മൊമെൻ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതായിരുന്നു. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ആ റെയിൻബോ കണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു. പണ്ടൊക്കെ നമ്മൾ വെയിലുള്ള ദിവസം മഴ പെയ്ത് കഴിഞ്ഞാലാണ് റെയിൻബോ ഉണ്ടോ എന്ന് സ്കൈയിൽ സെർച്ച് ചെയ്ത് നോക്കുക. എൻ്റെ വീടാണെങ്കിൽ പാടത്തിൻ്റെയൊക്കെ ഭാഗത്തായിരുന്നു കേട്ടോ. അപ്പോൾ വെയിലുള്ള ദിവസം മഴ പെയ്ത് കഴിഞ്ഞാൽ അധികം നമ്മൾ റെയിൻബോ കാണുമായിരുന്നു. അന്ന് ആ കുട്ടിക്കാലത്ത് കണ്ടിരുന്ന അതേ എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഞാൻ അപ്പോൾ വിയന്നയിൽ അവിടെ സെൻറ്ററിൽ നിന്നിട്ട് ആ റെയിൻബോ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് ഇപ്പോഴും സംസാരിക്കുമ്പോഴും പോകുന്നില്ല. പിന്നെ ഞാൻ ഫസ്റ്റ് ടൈം ആയിരുന്നു റെയിൻബോ ഫൗണ്ടെയിൻ കാണുന്നത്. പക്ഷേ ഇവിടെ മാത്രമല്ല റെയിൻബോ ഫൗണ്ടെയിൻ ഉള്ളത്, പല രാജ്യങ്ങളിലും റെയിൻബോ ഫൗണ്ടെയിൻ ഉണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും പറ്റാണ് ഇങ്ങനെ റെയിൻബോ ഫൗണ്ടെയിൻ ഉള്ള രാജ്യത്ത് പോവുകയാണെന്നുവെച്ചെങ്കിൽ എന്താണെങ്കിലും മിസ്സാക്കരുത് കേട്ടോ. എന്താണെങ്കിലും പോയി കാണണം. നമ്മുടെ ആരോണും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവൻ അതിൻ്റെ ചോട്ടിലൊക്കെ പോയി നിൽക്കുമ്പോൾ വെള്ളം മേലേക്ക് തെറിക്കണോണ്ട് ഇങ്ങനെ ചോളി പിടിച്ചിട്ടാണ് പോയി നിൽക്കുന്നുണ്ടായിരുന്നത്. കുറേ നേരം അവനും റെയിൻബോ നോക്കി നിന്നു. എനിക്ക് അവിടുന്ന് പോരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. ശരിക്കും ഈ സ്പോട്ടിൽ വൈകുന്നേരം നല്ല സണ്ണിയുടെ വൈകുന്നേരമാണ് നമ്മളവിടെ എത്തേണ്ടത്. എന്നിട്ട് അവിടെ സൺസെറ്റ് ടൈമിൽ ലൈറ്റ് ഷോ അവർ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ വൈകുന്നേരം എത്തിക്കഴിഞ്ഞാൽ റെയിൻബോയും കാണാം, ഇരുട്ടായി തുടങ്ങുമ്പോൾ നമുക്ക് ലൈറ്റ് ഷോയും കാണാം. അങ്ങനെ അവിടെ ഇരുന്ന് റിലാക്സ് ചെയ്ത് സ്പെൻഡ് ചെയ്തിട്ട് പോകണം. പക്ഷെ നമ്മുടെ കയ്യിൽ അധികം സമയമില്ലാത്തത് കൊണ്ട് നമുക്ക് അവിടെ നിന്ന് പോകേണ്ടി വന്നു അടുത്ത സ്പോട്ടിലോട്ട്. എനിക്ക് തീരെ പോകാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. പക്ഷേ മിതേട്ടൻ എന്നെ വാ 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 പറഞ്ഞിട്ട് വിളിച്ച് അങ്ങനെ ഞാൻ പോയി. എന്തായാലും നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോകണ്ടേ. നമ്മുടെ കയ്യിൽ ആകെ 3 ദിവസമേ ഉള്ളൂ വിയന്ന കറങ്ങാൻ വേണ്ടിയിട്ട്. റെയിൻബോ ഫൗണ്ടെയിൻ കണ്ടതിൻ്റെ ഒരു സന്തോഷം പറഞ്ഞിട്ടും തീരുന്നില്ല. അപ്പോഴത്തേനും നമ്മൾ സെൻറ്റ് ചാൾസ് ചർച്ചിലെത്തി. വിയന്നയിലെ ഔട്ട്സ്റ്റാൻഡിങ് ബറോക്ക് ചർച്ചാണ് കേട്ടോ സെൻറ്റ് ചാൾസ് ചർച്ച്. ഉള്ളിലോട്ട് എൻട്രി ചെയ്യണം എന്നുണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കണം. വിയന്ന പാസ് ഉള്ള ആൾക്കാരാണെന്നുവെച്ചെങ്കിൽ ഫ്രീ ആണ്, ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മളവിടെ എത്തിയ സമയത്ത് അവിടെ എന്തൊക്കെയോ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഇവിടെ ചർച്ചിനകത്ത് എന്തോ കൺസേർട്ട് നടക്കുന്നുണ്ട്. ഒരാൾക്ക് 66 യൂറോ ആണ്. ഞങ്ങൾക്ക് സമയപരിമിതി ഉള്ളത് കൊണ്ട് ഞങ്ങൾ കൺസേർട്ട് കാണാനോ അകത്ത് കയറാനോ ഒന്നും നിന്നില്ല. നമ്മളവിടെ ഒരു ഭാഗത്തിരുന്ന് കാഴ്ചയൊക്കെ കണ്ട് റിലാക്സ് ആയിട്ട് നമ്മുടെ ആരോണ് നല്ല വിശപ്പുണ്ടായിരുന്നു. പാസ്ത ഞാൻ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് ഫുഡൊക്കെ കൊടുത്ത് അങ്ങനെ അവിടെ ഇരുന്നു. അവൻ PG ഇങ്ങനെ പാസ്ത പൊട്ടിച്ച് ഇട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. കുറച്ചൊക്കെ അവൻ്റെ അകത്തും പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മളൊന്നും പറഞ്ഞില്ല. അവൻ എങ്ങനെയെങ്കിലുമൊക്കെ കഴിച്ചാൽ മതി, കുറച്ച് മറ്റുള്ളവർക്ക് കൊടുത്തിട്ടാണെങ്കിലും കുഴപ്പമില്ല. പാസ്തയ്ക്ക് കൊടുക്കൽ കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോകുമായിരുന്നു. അപ്പോഴാണ് ഇവിടെ പിള്ളേർ നടത്തുന്ന ഒരു സ്ട്രൈക്ക് കണ്ടത്. സ്റ്റുഡൻസാണ് കേട്ടോ, പലസ്തീനെ സപ്പോർട്ട് ചെയ്യാനുള്ള അവയർനെസ് കൊടുത്തുകൊണ്ട് നടത്തുന്ന ഒരു സ്ട്രൈക്കായിരുന്നു. നമ്മൾ പോകാൻ പോകുന്നത് വിയന്ന ഒപ്പേറ ഹൗസ് കാണാൻ വേണ്ടിയിട്ടാണ്. അവിടുന്ന് 9 മിനിറ്റ് വാക്കായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മളിവിടെ എത്തി. വിയന്നയിൽ വരുന്ന ടൂറിസ്റ്റുകളുടെ മെയിൻ ഒരു അട്രാക്ഷനിൽ ഒന്നാണ് കേട്ടോ ഈ ഒപ്പേറ ഹൗസ്. വലിയ ബിൽഡിംഗ് ആണ്. ശരിക്കും ഇങ്ങനെ നോക്കുമ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ ആ ഒരു ഭംഗി, അതിൻ്റെ ഒരു പ്രൗഢി അറിയുന്നില്ല. ശരിക്കും ഭയങ്കര വലുതാണ്, കാണാനും ഭയങ്കര കണ്ടോ ഇങ്ങനെയാണ് ദൂരം നിന്ന് നോക്കുമ്പോൾ ഉള്ളത്. ഇതിൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒരേപോലെ ഭംഗികളാണ്. ഇൻറ്റീരിയറിൽ ഒരുപാട് സീറ്റിംഗ്, 2200ഓളം ആൾക്കാർക്കുള്ള സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. ഉള്ളിൽ കുറേ കൺസേർട്ട്സ് നടക്കാറുണ്ട്. വേൾഡിലെ തന്നെ ഏറ്റവും ബിസി ആയിട്ടുള്ള ഒപ്പേറ ഹൗസ് നമ്മുടെ വിയന്നയിലെ ഈ ഒപ്പേറ ഹൗസാണ് കേട്ടോ. ഇവിടെ നമ്മൾ അകത്ത് കയറണം എന്നുണ്ടെങ്കിൽ വിയന്ന പാസ് പോരാ, നമ്മൾ സെപ്പറേറ്റ് മുന്നേ ബുക്ക് ചെയ്യണം. പിന്നെ നമ്മൾ കൺസേർട്ട് കാണണം എന്നുണ്ടെങ്കിൽ ബെറ്റർ നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്നതാണ്. കാരണം നേരിട്ട് പോകുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഇരിക്കാനുള്ള സീറ്റ് കിട്ടിയെന്ന് വരില്ല, സ്റ്റാൻഡിങ് സീറ്റ് അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. പിന്നെ അത്രയും വലിയൊരു ഹാളാണ്. നമുക്ക് നേരം പോലെ നമ്മുടെ കൺസേർട്ട് എൻജോയ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പ്രോപ്പറായിട്ടുള്ളൊരു സീറ്റ് വേണം. പല ടൈപ്പിലുള്ള സീറ്റ്സ് അവൈലബിൾ ആണ്. പ്രൈവറ്റ് റൂമായിട്ടും സെപ്പറേറ്റ് ബോക്സൊക്കെ ആയിട്ട് പലതരത്തിലുള്ള സീറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ മുന്നേ ബുക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സീറ്റ് നോക്കി നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും.
സപ്പോസ് ഓൺലൈനിൽ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും അപ്പർ ഹൗസിൻ്റെ അതിന് നടക്കുമ്പോൾ നമ്മളേനെ ആൾക്കാർ അവിടെ വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ വന്നിട്ട് നമ്മളെ അടുത്ത് കൺസേർട്ട് കാണണമെന്ന് ചോദിച്ച് സംസാരിക്കും. നമുക്ക് അതിൻ്റെ റേറ്റും ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കയറി കാണാവുന്നതാണ്. നമ്മളടുത്ത് ഒരാൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചു. പിന്നെ ആരോന്നുള്ളത് കൊണ്ടും കുറച്ച് ടൈം എടുക്കും നമ്മുടെ ആ ഒരു സ്റ്റേജ് പ്രോഗ്രാം കഴിയാന്നുള്ളതുകൊണ്ട് നമ്മൾ കയറിയില്ല. ആക്ച്വലി ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ഒരു സ്റ്റേജും ഇങ്ങനെ ഭയങ്കര ഭംഗി ഡ്രസ്സൊക്കെ ചെയ്ത് വന്നിട്ട് ബാലറ്റ് ഡാൻസ് ഒക്കെ എനിക്ക് കാണുന്നത് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. നെക്സ്റ്റ് എപ്പോഴെങ്കിലും ഒരു ചാൻസ് കിട്ടി എന്തായാലും കയറി കാണണം. അടുത്തത് നമ്മൾ പോകാൻ പോകുന്നത് ഹൊഫ്ബർ പാലസിലോട്ടാണ്. പോകുന്ന വഴിക്ക് നമ്മൾ നല്ല ടയേർഡ് ആയതുകൊണ്ട് തണുത്ത വല്ലതും കുടിക്കാം, ആരോണാണെങ്കിൽ ഐസ്ക്രീം വേണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു കഫേ നോക്കിയപ്പോൾ നല്ല ഭംഗിയുള്ള ഇങ്ങനെ നീണ്ട് കിടക്കുന്ന ഒരു ഗ്രീൻ ഹൗസ് പോലത്തെ ഒരു കഫേ കണ്ടു. അപ്പോൾ നമ്മൾ അവിടെ കയറാമെന്ന് വിചാരിച്ച് കയറി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. നമ്മളടുത്ത് റിസർവേഷൻ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഇപ്പോൾ റിസർവേഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ അകത്തിരുന്നാൽ മതിയോ, നിങ്ങൾക്ക് ഓക്കെ ആണോ എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് അകത്താണെങ്കിലും ഓക്കെ ആണ്, നമുക്ക് എവിടെയെങ്കിലും സമാധാനമായിട്ടൊന്ന് ഇരുന്നാൽ മതി. ഈ വെയിലത്ത് പുറത്ത് നിറയെ ആൾക്കാർ ഇരിക്കുന്നുണ്ടായിരുന്നു. ഫുള്ളായിരുന്നു കഫേ. കഫേൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ എനിക്ക് ആക്ച്വലി ഭയങ്കര സന്തോഷമായി. പുറത്തേക്കാട്ടിലും എനിക്കിഷ്ടമായത് അകത്ത് തന്നെയാണ്. നിറയെ ചെടികളൊക്കെ ആയിട്ട് ശരിക്കും ഒരു ഗ്രീൻ ഹൗസ് സെറ്റപ്പിൽ ചെയ്തിട്ടുള്ള ഒരു കഫേ ആയിരുന്നു കേട്ടോ അത്. അപ്പോഴാണ് ഞാൻ ഈ കഫേനെ പറ്റി നോക്കിയത്. ആക്ച്വലി ഇതൊരു ഗ്രീൻ ഹൗസ് മോഡലിൽ ചെയ്തിട്ടുള്ള ഒരു കഫേയാണ്. 1823 പണി കഴിഞ്ഞിട്ടുള്ള കഫേയാണ് കേട്ടോ. നമ്മൾ ഡ്രിങ്ക്സൊക്കെ കുടിച്ച് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പാലസിൻ്റെ അങ്ങോട്ട് പോയി. നമ്മളൊരു സ്ഥലം ഇവിടെ മിസ്സാക്കിയിട്ടുണ്ടായിരുന്നു. ഈ കഫേൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ട്. ഞങ്ങളത് അറിഞ്ഞില്ല, മിസ്സായിപ്പോയി. അപ്പോൾ നിങ്ങളിവിടെ പോവുകയാണെന്ന് വെച്ചെങ്കിൽ കഫേയിലും കയറണം, റിലാക്സ് ചെയ്തിരുന്ന വല്ല ഡ്രിങ്ക്സൊക്കെ കഴിച്ച് തൊട്ടപ്പുറത്ത് തന്നെ ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ട്, അവിടെയും കയറണം കേട്ടോ. നല്ല ഭംഗിയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ശരിക്കും അതിനെപ്പറ്റി നോക്കി. അപ്പോൾ വീട്ടിലെത്തിയതിന് ശേഷമാണ് നോക്കിയത്, മിസ്സായിപ്പോയി. ആ കോഫി ഷോപ്പിൽ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് നേരെ പാലസിൻ്റെ ഒരു പോർഷൻ കാണാൻ പറ്റും. ഈ കോഫി ഷോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടും നമ്മുടെ പാലസിൻ്റെ പോർഷൻ്റെ ഓപ്പോസിറ്റായിട്ട് നമുക്കൊരു ഗാർഡൻ കാണാൻ പറ്റും. ബുർഗട്ടൻ ഗാർഡൻ എന്നാണ്. നല്ല വലിയൊരു ഓപ്പൺ സ്പേസിലാണ് ആ ഗാർഡൻ സെറ്റ് ചെയ്തേക്കുന്നത്. നിറയെ ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ഈ നല്ല ചൂടുള്ള ഒരു ദിവസം ഇരുന്ന് നല്ല തണലുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ഇരുന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്പോട്ടാണ്. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വന്നിട്ട് പിക്നിക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്പോട്ടാണ് കേട്ടോ അത്. അങ്ങനെ നമ്മൾ അവിടത്തേന് ആരോൺ കുറേയൊക്കെ കിടന്ന് ഓടി. പിന്നെ നമ്മൾ അവിടെ ഇരിക്കാനൊന്നും നിന്നില്ല, കാരണം നമുക്ക് സമയം അധികം ഉണ്ടായിരുന്നില്ല. സോ ദെൻ നമ്മൾ മൂവിങ് ടു നമ്മുടെ പാലസ് പോർഷൻ. പാലസിൻ്റെ കാര്യം പറയുമ്പോൾ നിറയെ മ്യൂസിയംസ് ആണ്. അതാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത്. ഒരുപാട് മ്യൂസിയംസ് ഉണ്ട്. നല്ല റിച്ച് ഹിസ്റ്ററിയും കൾച്ചറും മ്യൂസിയംസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ ഒരു ഏരിയ വന്നു കഴിഞ്ഞാൽ ഒത്തിരി ഇഷ്ടമാവും. പിന്നെ അത്രയും നമുക്ക് സമയം കയ്യിൽ വേണം കേട്ടോ, എന്നാലാണ് നമുക്ക് ഓരോ മ്യൂസിയം കയറി ഇറങ്ങി കാണാൻ പറ്റുള്ളൂ. നമ്മുടെ കയ്യിൽ സമയപരിമിതി കാരണം നമ്മൾ മ്യൂസിയത്തിലൊന്നും കയറിയില്ല. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പുറമെന്നെല്ലാം നോക്കി. ഇവിടെ ഇഷ്ടംപോലെ റോയൽ അപ്പാർട്ട്മെൻറ്റ്സും ലൈബ്രറിയും ഒക്കെ ഉണ്ട് കേട്ടോ ഇൻസൈഡ്. എല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ് കേട്ടോ തമ്മിൽ. പക്ഷേ നമ്മൾ ഓരോന്നിനും സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം. 15 യൂറോ മുതൽ 20 യൂറോ വരെയാണ് കേട്ടോ ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത്. ഇവിടുന്ന് നേരെ നോക്കിക്കഴിഞ്ഞാൽ ആ നേരെ കാണുന്ന ആ ബിൽഡിങ്ങില്ലേ, റെദൂസ് പ്ലാറ്റ്സ് പറഞ്ഞിട്ടുള്ള നമ്മുടെ വിയന്നയുടെ സിറ്റി ഹാളാണത്. ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഗ്രാൻഡ് ബിൽഡിംഗ് ആയിട്ട് തോന്നി. ഒരുപാട് കൺസേർട്സും എക്സിബിഷനും കൾച്ചറൽ പ്രോഗ്രാംസൊക്കെ നടക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ അത്. നെക്സ്റ്റ് അവിടെ പോയാലോ നമ്മൾ വിചാരിച്ചു, കാരണം ദൂരെ നിന്ന് കണ്ടപ്പോൾ തന്നെ നമുക്ക് ഇഷ്ടമായി. പക്ഷെ നമ്മൾ അവിടേക്കല്ല പോകണം, നമ്മൾ ഭയങ്കര ടയേർഡായതുകൊണ്ട് ഇവിടെ പോയിട്ട് നമ്മൾ വേറൊരു സ്പോട്ടിലേക്ക് പോകുന്നത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ പോകുന്ന വഴിക്ക് വേറൊരു സ്പോട്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ കയറി നേരെ റൂമിലോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പാലസിൻ്റെ അവിടേക്ക് കുറച്ച് നേരം കൂടി ടൈം സ്പെൻഡ് ചെയ്ത് നമ്മൾ അടുത്ത സ്പോട്ടിലെത്തി. വോട്ടീവ് കിർച്ചെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചർച്ചായിരുന്നു കേട്ടോ. നിയോ ഗോത്തിക് സ്റ്റൈലിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ചർച്ചാണ്. ബാക്ക്ഗ്രൗണ്ടിൽ ആ സൺസെറ്റിൻ്റെ ടൈം ആയതുകൊണ്ട് സ്കൈ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ ആ ചർച്ച നിൽക്കുന്നത് കാണാൻ ഭയങ്കര ഒരു ഭംഗി തോന്നി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ എനിക്ക് ഈ ചർച്ച ഇങ്ങനെ കാര്യമായിട്ട് തന്നെ കാണണം. അപ്പോൾ നമുക്കിപ്പോൾ അത്രയും സമയമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കി നമുക്ക് റൂമിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് നമുക്ക് റെദൂസ് പ്ലാറ്റ്സും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം, ഈ ചർച്ചും കാണാം. രാത്രി ലൈറ്റൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി ഭംഗിയൊക്കെ ആവുമെന്ന് പറഞ്ഞു നമ്മൾ തിരിച്ചു പോയി. പിന്നെ രാത്രി എഗെയിൻ നമ്മൾ റിട്ടേൺ വന്നു.
പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ ആയിരുന്നില്ല. പകലായിരുന്നു ആ ചർച്ചിൻ്റെ ഒരു ഭംഗി അറിയുന്നുണ്ടായിരുന്നത്. രാത്രി നമ്മൾ പ്രതീക്ഷിച്ച അത്ര അവർ അത്രയും ലൈറ്റൊന്നും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നോർമലി ഇങ്ങനെയാണോ എന്നറിയില്ല, ആ ഫ്രണ്ട് പോർഷനിൽ മാത്രമായിരുന്നു അവർ ലൈറ്റൊക്കെ നേരം പോലെ ഇട്ടിട്ടുണ്ടായിരുന്നത്. ശരിക്കും ഈ ചർച്ചിൻ്റെ ബാക്കിക്കൊക്കെ കുറച്ചും കൂടി അങ്ങനെ ഒരു പ്രത്യേക ഭംഗിയിലാണ് അതിൻ്റെ ഡിസൈൻ. പക്ഷേ നമുക്ക് ആ ഒരു ഡിസൈൻ ഒന്നും അത്രയും കാര്യമായിട്ട് ആസ്വദിക്കാൻ പറ്റിയില്ല. ചർച്ചിനകത്തോട്ട് എൻട്രി ഫീ ഒന്നുമില്ല, പക്ഷെ മ്യൂസിയം ഉണ്ട് അവിടെ. മ്യൂസിയത്തിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ 3.90 യൂറോസാണ് അവർ ചാർജ് ആക്കുക. ഫ്രണ്ടിൽ ഈ ഒരു ചർച്ചിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് ഗാർഡൻ ആണ് കേട്ടോ. OTV Kirche ചർച്ചിൻ്റെ ഫുൾ ലൈറ്റൊക്കെ ഇട്ടിട്ടുള്ള രാത്രി കാഴ്ച കാണാൻ വന്ന നമ്മളെന്തായാലും ശശിയായി. നെക്സ്റ്റ് നമുക്ക് രദൂസ് ഫ്ലാറ്റ്സിൽ പോവാം. അവിടെയെങ്കിലും ലൈറ്റൊക്കെ ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. പക്ഷേ ലൈറ്റ് ഉണ്ടായിരുന്നില്ല. എന്നാൽ OTV Kirche ചർച്ചിലായിരുന്നു ഇതിലും വെളിച്ചുണ്ടായിരുന്നത്. ഇവിടെ ഫുൾ ഒരു ഇരുട്ട് മയമായിരുന്നു. പക്ഷേ നമ്മൾ നെറ്റിലൊക്കെ നോക്കിയപ്പോൾ സമ്മറിൽ പൊതുവേ ഇവർ അധികം ലൈറ്റൊന്നും എപ്പോഴും ഓൺ ആക്കണില്ല. പക്ഷെ ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ, നോർമലി എപ്പോഴും ഇങ്ങനെയാണോ. എന്താണെങ്കിലും വിൻ്ററിൽ ഇവിടെ ഫുൾ ലൈറ്റ് ഓൺ ആയിരിക്കും. ക്രിസ്മസ് മാർക്കറ്റൊക്കെ ഉണ്ടായിരിക്കും, പൊളിയായിരിക്കും. അപ്പം ഇനി വിൻ്ററിൽ വരാം ഒന്നും കൂടെ. നോക്കുമ്പോൾ കാണാണ്ടാവും ലൈറ്റൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരിക്കും. ഞങ്ങൾ ദൂരെന്ന് ഡേ ടൈമിൽ ദൂരെന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും ദൂരത്തു നിന്ന് കാണാൻ ഭയങ്കര രസം തോന്നിയിട്ടുണ്ടായിരുന്നു. അതാണ് ഞങ്ങൾ വന്നേ. ലേറ്റായെങ്കിലും വരാം കാണാമെന്നൊക്കെ പറഞ്ഞ് നാളെ പോവുമല്ലേ. എന്തായാലും ഭാഗ്യമില്ല, ആ ഭംഗിയിൽ കാണാനുള്ള ഭാഗ്യമില്ല. കുഴപ്പമില്ല. അപ്പോൾ വീണയിലെ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ തീരാണ്. നാളെ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ആ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതാണ് കേട്ടോ നമ്മുടെ രദൂസ് ഫ്ലാറ്റ്സിൻ്റെ നൈറ്റ് വ്യൂ ക്രിസ്മസ് ടൈമിലുള്ളത്. നമുക്ക് പറ്റുകയാണെന്നുവെച്ചെങ്കിൽ വിൻ്ററിൽ ഇവിടെ പോകണം. ഹോപ്പ്ഫുള്ളി. ബൈ ബൈ.